നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കിയതിലൂടെ ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ അമേരിക്കൻ ക്ലബ്ബാണ് ഇന്റർ മയാമി. നമുക്കറിയാം, ഡേവിഡ് ബെക്കാമിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലബ്ബാണ് ഇത്. ലയണൽ മെസ്സിയെയാണ് അവർ ആദ്യം കൊണ്ടുവന്നത്. പിന്നീട് സെർജിയോ ബുസ്കറ്റ്സ്, ജോർദി ആൽബ എന്നിവരെ അവർ സ്വന്തമാക്കി. ഏറ്റവും ഒടുവിൽ ലൂയിസ് സുവാരസിനെ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. മാത്രമല്ല, വരുന്ന സമ്മറിൽ കൂടുതൽ മികച്ച താരങ്ങളെ യൂറോപ്പിൽ നിന്നും കൊണ്ടുവരാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഈ അമേരിക്കൻ ക്ലബ്ബ് ഉള്ളത്. ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം റയൽ മാഡ്രിഡിന്റെ സ്പാനിഷ് പ്രതിരോധ നിര താരമായ നാച്ചോ ഫെർണാണ്ടസ് ആണ്. 34 വയസ്സുള്ള ഈ താരം ഈ സീസണിന് ശേഷം റയൽ മാഡ്രിഡ് വിടുകയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിൽ തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് ചേക്കേറാൻ താല്പര്യമുള്ളത് അമേരിക്കയിലേക്കാണ്, MLS-ലേക്കാണ്. ഫ്ലോറിഡയിൽ താമസമാക്കാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഇപ്പോൾ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്റർ മയാമിയിലേക്ക് വരാൻ നാച്ചോ ഫെർണാണ്ടസിന് ഇപ്പോൾ താല്പര്യമുണ്ട്. മാത്രമല്ല, ഇന്റർ മയാമിയുടെ അർജന്റീൻ പരിശീലകനായ ടാറ്റ മാർട്ടിനോയും ഇപ്പോൾ ഈയൊരു സെന്റർ ബാക്കിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രതിരോധ നിരയിലെ പ്രശ്നങ്ങൾ ഈ താരം വരുന്നതോടുകൂടി പരിഹരിക്കപ്പെടും എന്നാണ് ഇപ്പോൾ ടാറ്റ മാർട്ടിനോ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നാച്ചോ ഫെർണാണ്ടസ് ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ഇന്റർ മയാമിയിലേക്ക് എത്താൻ വലിയ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് മാറ്റിയോ മൊറോറ്റ അടക്കമുള്ളവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നാച്ചോ ഒരു അന്തിമ തീരുമാനം അധികം വൈകാതെ എടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റയലിനോടൊപ്പം ഇനി അദ്ദേഹത്തിന് യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം കളിക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ വരിക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റയൽ മാഡ്രിഡിലൂടെ വളർന്ന താരമാണ് നാച്ചോ ഫെർണാണ്ടസ്. 2001 മുതൽ ഇദ്ദേഹം റയലിന്റെ ഭാഗമാണ്. ദീർഘകാലം റയലിന് വേണ്ടി കളിച്ച ഇദ്ദേഹമാണ് ഇപ്പോൾ റയലിന്റെ ക്യാപ്റ്റൻ. മാത്രമല്ല, സ്പെയിനിന്റെ ദേശീയ ടീമിന് വേണ്ടി 24 മത്സരങ്ങൾ കളിച്ച താരം കൂടിയാണ് ഈ പ്രതിരോധ നിര താരം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.